Chittapillil Agencies presents Payasarani in association with MyG Future, Mediterranean Hospitals and Eastern. എല്ലാവർക്കും ഓണാശംസകൾ. കഴിഞ്ഞ 5 ദിവസങ്ങളായി നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് രീതിയിലാണ്? നമ്മുടെ പായസറാണി മത്സരമായിട്ട്. അതായത് നമ്മുടെ പ്രിലിമിനറി റൗണ്ട്സ് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും തന്നെ അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കഴിവേറിയ നല്ല മത്സരാർത്ഥികൾ തന്നെയാണ് നമുക്ക് ഇക്കുറിയും കിട്ടിയിരിക്കുന്നത്. എല്ലാവരും അവരവരുടേതായ ടാലൻസ് പലതരം പായസങ്ങളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പായസം തന്നെ എത്ര വെറൈറ്റീസ് ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ കണ്ട എപ്പിസോഡ്സ് എല്ലാം തന്നെ. അപ്പോൾ ഓരോ വെറൈറ്റീസ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു രീതിയിലാണ് ഓരോരുത്തരും പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ ആ ഒരു സ്കില്ല്, ഇതെല്ലാം തന്നെ നമ്മൾ കണ്ടുകൊണ്ടേയിരുന്നു. പിന്നെ ഇതിനൊക്കെ ഉപരിയായിട്ട് സ്വാദ് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അത് വളരെ പർട്ടിക്കുലറായിരുന്നു ഞങ്ങൾ ആ കാര്യത്തിലും. അത് നേരത്തെ തന്നെ മത്സരാർത്ഥികളുമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഏത് കാര്യങ്ങൾ ചെയ്താലും എത്ര കോമ്പിനേഷൻസിൽ ചെയ്താലും അത് അവസാനം സ്വാദ് മസ്റ്റായിട്ട് ഉണ്ടാകണം, നിർബന്ധമാണ് സ്വാദ് എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ആ കാര്യങ്ങളും മനസ്സിൽ ഉൾക്കൊണ്ടാണ് നമ്മുടെ മത്സരാർത്ഥികളെല്ലാവരും തന്നെ ഈ വ്യത്യസ്തമായ പായസമെല്ലാം തയ്യാറാക്കിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയല്ലേ? ഈ 5 ദിവസത്തെ എല്ലാവരുടെയും പെർഫോമൻസ് കഴിഞ്ഞു. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? എന്താണ്? അതായത് സെമി ഫൈനലാണ്. ഈ സെമി ഫൈനലിലേക്ക് ആരൊക്കെയാണ് കയറുന്നത്? ഇതിൻ്റെ എല്ലാ റിസൾട്ട് എന്താണ്? ഈ ദിവസങ്ങളിൽ കണ്ട ആൾക്കാരുടെ കൂട്ടത്തിൽ ആരൊക്കെ ആയിരിക്കും ആ വിന്നേഴ്സ്? സെമി ഫൈനൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാര്യം 21 മത്സരാർത്ഥികളിൽ നിന്നും നമ്മൾ 12 പേരായിട്ട് ചുരുങ്ങാൻ പോകുന്ന ഒരു ദിവസമാണിത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് ആകാംക്ഷാഭരിതരായിട്ട് നിങ്ങളും നമ്മുടെ മത്സരാർത്ഥികളും എല്ലാവരും കാത്തിരുന്ന ദിവസമാണിന്ന്. അതായത് സെമി ഫൈനലിലേക്കുള്ള സെലക്ഷൻ റൗണ്ട്. ഒരു എലിമിനേഷൻ എന്ന് ഞാൻ പറയുന്നില്ല, സെമി ഫൈനലിലേക്കുള്ള സെലക്ഷൻ റൗണ്ടാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തതാണ് ഈ ഒരു റൗണ്ട് കാണാനായിട്ട് നിൽക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരുന്ന ആ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരിക്കൽ കൂടി. അപ്പോൾ എന്നോടൊപ്പം കൃഷ്ണയുമുണ്ട്, നിങ്ങളെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കൃഷ്ണ. അപ്പോൾ കൃഷ്ണയെ സ്വാഗതം ചെയ്യാം. കൃഷ്ണ പ്ലീസ്. യെസ്, അഗെയിൻ മാച്ചിങ്. യാ, നമ്മൾ ഡ്രസ്സൊക്കെ കുറച്ച് പറയാണ്ട് തന്നെ മാച്ച് ചെയ്യൽ ചിലപ്പോൾ ഒക്കെ സംഭവിക്കാറുണ്ട്. അതെ, നമ്മളിനി കുറച്ചുകൂടെ സീരിയസ് ആകണം. നമ്മളല്ലെങ്കിൽ സീരിയസ് ഒക്കെ തന്നെയാണ്, ബട്ട് ഇനി നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആകാൻ പോണ്. അതായത് നമ്മൾ അത്ര ലീനിയൻസി കാണിക്കണ്ട. ലൈക്ക് നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കിയാലേ, എന്താ വെച്ചാൽ എല്ലാവരും ഭയങ്കര കഴിവുള്ള ആൾക്കാരല്ലേ. എന്തെങ്കിലും ചെറിയ പോയിന്റ്സ് ഒക്കെ കിട്ടിയാലല്ലേ നമുക്ക് അടുത്ത ഫിനാലയിലേക്കുള്ള 5 പേരിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ നമ്മുടെ മത്സരാർത്ഥികളൊക്കെ വാട്ട് ഈസ് യുവർ ഫീഡ്ബാക്ക്? ഇപ്പം നമ്മൾ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത് എന്ത് തോന്നുന്നു? അതായത് ബേസിക്കലി പറയുകയാണെങ്കിൽ കുറ്റങ്ങളൊന്നും പറയാൻ തന്നെയില്ല. പക്ഷെ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓരോന്നും നോക്കി കണ്ടുപിടിച്ചിട്ടാണ് ഇവരെല്ലാം സെമി ഫൈനൽസിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഈ പോകെ ഓരോ കോൺടെസ്റ്റ് കഴിയുമ്പോഴും ഇവർ തമ്മിലുള്ളൊരു ഫെലോഷിപ്പ്, ഇവർ തമ്മിലൊരു ബോണ്ടിങ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അത് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, ഇപ്പോൾ നമ്മൾ അടുത്ത 12 ആൾക്കാരിലേക്ക് എത്തുമ്പോൾ ഒരു ഹാർഡ് ഫീലിങ്സും ഇല്ലാണ്ട് അവർ സന്തോഷത്തോടു കൂടി ആ ഒരു വേർഡിക്റ്റ് ഏറ്റെടുക്കും. അല്ലാതെ നമ്മൾ മാറി നിൽക്കുന്ന ആൾക്കാർ ഫോട്ടോ വന്നെടുക്കുക അങ്ങനെയൊന്നും ഇല്ല. എല്ലാം വളരെ ജോവിയലായിട്ട് അവരൊരു ട്രിപ്പ് മൂടാണ്. അതെ, എക്സാക്ട്ലി. അപ്പോൾ അവർ ആ ഒരു സ്പിരിറ്റിൽ തന്നെ നമ്മുടെ ഒരു നമ്മുടെ ഈ ഒരു സെലക്ഷൻ റൗണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വലിയൊരു അച്ചീവ്മെന്റാണ്. യെസ്, കറക്റ്റ്. നമുക്ക് സത്യം പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ട്രിക്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഒരു കോമ്പറ്റീഷൻ, ആരെ എടുക്കണം, അടുത്ത സ്റ്റേജിലേക്ക് ആരെ കൊണ്ടുപോകണം എന്നുള്ളത് വളരെ ട്രിക്കിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ആൾക്കാർ വെയിറ്റ് ചെയ്യാണ്. അവർ ആകാംക്ഷാഭരിതരായിട്ട് വിളിച്ചാലോ? ഓക്കെ, ലെറ്റ്സ് കോൾ ദം. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാം എത്തിക്കഴിഞ്ഞു. 21 സുന്ദരികൾ ഇവിടെ നല്ല മനോഹരമായി ഡ്രസ്സൊക്കെ ചെയ്ത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അതിൽ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഉണ്ട്. ഇവരെല്ലാം വലിയ ഫ്രണ്ട്സായി കഴിഞ്ഞു. അത് 2 ദിവസം കൊണ്ട് തന്നെ നല്ല ഭയങ്കര സൗഹൃദം. എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ്, മെമ്മറബിൾ. ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവർ എത്ര പേരുണ്ട് ഇവിടെ? കൈ ഒന്ന് നോക്കിയേ. 1 2 3 4 5 5 പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും പല സ്ഥലത്തു നിന്ന് വന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് തിരുവനന്തപുരത്തിനെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് എന്താണ്? ട്രിവാൻഡ്രം കാണാനൊന്നും അധികം പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ, ഈ തിരക്കിലാണ്. പക്ഷേ ഇനി ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്കൊന്ന് സ്റ്റേ ബാക്ക് ചെയ്തിട്ട് കണ്ടിട്ടൊക്കെ അല്ലേ പോവുള്ളൂ? തിരുവനന്തപുരത്ത് പല പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും വരികയാണെങ്കിൽ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തീർച്ചയായും പോവും. അപ്പോൾ
അനന്തപത്മനാഭന്റെ മണ്ണിലേക്കുള്ള ഒരു വരവിനൊരു വഴി ഒരുക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര സന്തോഷമാണ്. സന്തോഷം, അടിപൊളി. ഓക്കെ, പത്മനാഭസ്വാമിയുടെ മണ്ണിലാണല്ലേ, സന്തോഷം. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഇവിടുത്തെ നമ്മുടെ എല്ലാവരുടെയും ഇൻട്രാക്ഷൻ, നമ്മുടെ കൈരളി ക്രൂ മെമ്പേഴ്സും എല്ലാവരുമായിട്ടുള്ള നല്ല ഫീഡ്ബാക്കാണോ? എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരുപാട് സഹായിക്കുന്നു, എല്ലാ കോപ്പറേറ്റ് ചെയ്ത് സപ്പോർട്ടീവ് ആയിരുന്നു, വെരി സപ്പോർട്ടീവ്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ് ജനറലി. അപ്പോൾ ടെൻഷൻ ഉണ്ടോ? ഇല്ല, കൂളാണ്. കൂളാണ്, അത് നമ്മൾ ആമുഖമായി പറയുന്നു. ഒരു ടെൻഷനും വേണ്ട, ജസ്റ്റ് കോമ്പറ്റീഷൻ, അങ്ങനെ മനസ്സിൽ ഒന്നും വിചാരിക്കേണ്ട. ജയിച്ചാൽ ജയിച്ചു. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നൊക്കെ പറയുന്നത് അത് തന്നെയാണ്. ഇനിയും അവസരങ്ങളുണ്ടാവും. ഫസ്റ്റ് ടൈമേഴ്സ് ആയാലും വളരെ നന്നായി ചെയ്തിട്ടുണ്ടോ? യെസ്, അതാണ്, അതെടുത്ത് പറയണം. നിങ്ങളുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, സ്റ്റുഡൻസ് ആണ്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ വിചാരിക്കുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരുപാട് ആൾക്കാരെ കിട്ടി. ഓക്കെ, അത് എല്ലാവരും ഹാപ്പി ആയിട്ട് ചിരിച്ച മുഖമായിട്ട് തന്നെ ഇരിക്കട്ടെ. യെസ്, നമ്മളിതൊരു റാൻഡം ഓർഡറിൽ വിളിക്കുന്നേ ഉള്ളൂ. ഇതിൽ പ്രയോറിറ്റി അല്ല, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആ ഒരു റാങ്കിങ് ഒന്നുമില്ല. പേരുകൾ റാൻഡമായിട്ട് പറയുന്നു. ഓക്കെ, ഞാൻ ഒരാളെ വിളിക്കും, ഒരാളെ 12. ഓക്കെ, സോ നമ്പർ 1. യാ, അപ്പോൾ ഈ നമ്പർ 1 എന്ന് പറയുമ്പോൾ അത് റാങ്കിങ് അല്ല, ജസ്റ്റ് ന്യൂമറിക്കൽ നമ്പർ 1. ഓക്കെ, ആരായിരുന്നു അത്? ലത. ലതയുടെ പായസത്തിനെ കുറിച്ച് പറയുമ്പോൾ ഉണക്ക കപ്പ അല്ലേ, പാട്ടുകപ്പ, ബോബയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് അല്ലേ. അതെല്ലാം കിട്ടി നമുക്ക്, കപ്പയെ കിട്ടി, ചൂയി ആയിരുന്നു. ഇറ്റ് വാസ് ഗുഡ്, വെരി നൈസ്. അപ്പോൾ അതൊന്നുകൂടി ഒന്ന് കണ്ടിട്ട് വന്നാലോ? അപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരെയും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നത് കൊണ്ട് പലരുടെയും മനസ്സിൽ ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. സോ എന്തായാലും സെമി ഫൈനലിലേക്ക് കയറിയ ആളാണ് ലത. അപ്പോൾ ലതയുടെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ പേര് ഗോൾഡൻ കസാവ പേൾ പ്രഥമൻ. ഒരു ചെറിയൊരു റീക്യാപ്പ്. എൻ്റെ പേര് ലത, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോൾഡൻ കസവ പേൾ പ്രഥമൻ. ഫസ്റ്റിൽ കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നെയ്യെടുക്കാം. ഉണക്ക കപ്പ വേവിച്ചതാണ്. അതിൻ്റെ കൂടെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ അരച്ചതും കൂടെ ചേർക്കുവാണ്. അതിലേക്ക് ഞാൻ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിക്കുവാണ്. ഇത് നല്ലോണം വറണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി 2ാം പാൽ ഒഴിക്കാൻ പോവുകയാണ്. ഇനി ഇതൊന്ന് നല്ലോണം തിളച്ച് വരട്ടെ. തിളച്ച് വരുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഫസ്റ്റ് പാൽ ആദ്യം നമ്മൾ സെക്കൻഡ് പാൽ ഒഴിച്ച് നല്ലോണം തിളച്ച ശേഷം ഇനി ആദ്യത്തെ പാൽ ഒഴിക്കാൻ പോവാണ്. 1ാം പാൽ ഒഴിച്ചു. അപ്പോൾ അധികം തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ ഇപ്പം തന്നെ ഇത് വാങ്ങി വെക്കാൻ പോവുകയാണ്. ഇതിലേക്ക് പായസത്തിലേക്ക് ചേർക്കാനായിട്ട് അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇതെല്ലാം വറുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പം എൻ്റെ ഉണക്ക കപ്പ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്ത് വെക്കാം. ഓക്കെ, വെൽക്കം ബാക്ക്. അടുത്ത ആളെ വിളിക്കുന്നു, സജ്ദ റഹീം. മില്ലറ്റ് കരിക്ക് പ്രഥമൻ. മില്ലറ്റ് കരിക്ക് പ്രഥമനായിരുന്നു. അതായത് മില്ലറ്റ് കൊണ്ട് അട പോലെ ഉണ്ടാക്കിയിട്ട് കരിക്കും കൂടി ചേർത്തിട്ട് അല്ലേ ഒരു പ്രഥമനായിട്ട് ചെയ്തു. വെരി ഗുഡ്. നല്ല ഒരു ഡിഫറെന്റ്. അത് മറയൂർ ശർക്കര ഉപയോഗിച്ചു. വളരെ അതാണ് ആ ശർക്കര ഉപയോഗിച്ചത്. മറ്റേ ശർക്കരയൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനൊരു വെള്ള ചുവ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ശർക്കര. ഈ 2 ആൾക്കാരും മറയൂർ ശർക്കര ഉപയോഗിച്ചു കൂടും. ഇതാകുമ്പോൾ അതുണ്ടാവില്ല. പക്ഷേ ഇറ്റ് വാസ് വെരി നൈസ്. എന്തായാലും അത് ഒന്നുകൂടി കണ്ടു വന്നാലോ നമ്മുടെ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് വീണ്ടും ഒരു സ്മോൾ റീക്യാപ്പ്. സജിദ റഹീമിൻ്റെ മില്ലറ്റ് കരിക്ക് പ്രഥമൻ.
ഹായ് നമസ്കാരം, എൻ്റെ പേര് സാജിദ റഹീം. സ്വദേശം കോഴിക്കോട് പേരാമ്പ്രയിലാണ്. ഇപ്പോൾ ആലുവയിൽ നിന്നാണ് വരുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്നത് മില്ലറ്റ് ഇളനീർ പ്രഥമനാണ്. ഇത് നമ്മൾ അമ്മടാ. ഓക്കെ, നമ്മളിപ്പോൾ റിവേഴ്സലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? 5 തൊട്ട് പുറകോട്ട് പോകാൻ തോന്നുന്നു, എനിക്കറിയില്ല. രഞ്ജു ബിനു, എഗ് ഫ്രൂട്ട് പായസം. നിങ്ങളിൽ എത്ര പേര് അതൊക്കെ ടേസ്റ്റ് ചെയ്തു എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അല്ലേ കുറച്ച് പേർക്കൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. നോവൽറ്റി ഉണ്ടായിരുന്നു, പുതുമയുണ്ടായിരുന്നു. ആരും ചെയ്യാത്തൊരു പായസമായിരുന്നു. നമ്മളാരും ആലോചിച്ചിട്ട് പോലും ഇല്ല. എഗ് ഫ്രൂട്ട് വെച്ചൊരു പായസം. പ്രസന്റേഷൻ ഇറ്റ് വാസ് നൈസ്, വെരി ടേസ്റ്റി. അപ്പോൾ ഒരു ടേസ്റ്റിന് ഞങ്ങൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല. ടേസ്റ്റ് ഇസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി. സെക്കൻഡ് കംസ് ഇന്നൊവേഷൻ. കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാ പറയുക, ഇന്നൊവേഷന് വേണ്ടി ഇന്നൊവേഷൻ ചെയ്തു അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് കാര്യമില്ല. അതിനൊരു സ്വാദം കൂടെ വേണം, പരസ്പര പൂരിതമായിരിക്കണം എന്നുള്ളതാണ് എന്ത് ചേർത്താലും. അത് ഈ ഒരു റാങ്കിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ആരൊക്കെയാണ് സെലക്റ്റഡ് ആവുന്നത് വെച്ചിട്ട് ഏകദേശം റെഡി കിട്ടും. സോ എഗ് ഫ്രൂട്ട് പായസം ഒന്നുകൂടി കണ്ടാലോ? അപ്പോൾ പ്രേക്ഷകർക്കായിട്ട് ഒരു സ്മോൾ റീക്യാപ്പ്. എൻ്റെ പേര് രഞ്ജു ബിനു. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പായസം മുട്ടപ്പഴമാണ്, അതായത് എഗ് ഫ്രൂട്ട്. അതിനാവശ്യമായ തേങ്ങാപ്പാൽ, മുട്ടപ്പഴം, മുന്തിരി, അണ്ടിപ്പരിപ്പ്, ബദാം, നെയ്യ്, മിൽക്ക് മെയ്ഡ്, പഞ്ചസാര, ചുക്കുപൊടി, ഏലക്കാപ്പൊടി, എള്ള്. ആദ്യം എള്ള് റോസ്റ്റ് ചെയ്ത് നെയ്യിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ വറുത്തെടുക്കാം. നമുക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ട് മുട്ടപ്പഴം വരട്ടിയെടുക്കാം. മുട്ടപ്പഴം നന്നായിട്ട് വരട്ടി ഈ നമുക്ക് രണ്ടാം പാലൊഴിച്ച് അടുപ്പത്ത് വെക്കും. ഇനി നമുക്ക് ചൗരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര, കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ ഒരു തുള്ളി ഉപ്പിട്ട് കൊടുക്കാം. ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ചുക്കുപൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് എള്ളിട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം. ഇനി നമുക്ക് ഒന്നാം പാലൊഴിക്കാം. അങ്ങനെ നമ്മുടെ മുട്ടപ്പഴം പായസം റെഡിയായി. വെൽക്കം ബാക്ക്. വെൽക്കം ബാക്ക്. ആൻഡ് അടുത്ത ആള് പ്രസീത. ഈന്ത് മുത്തമൃത ഗദായി. നമ്മളെ ആകപ്പാടെ വരയ്ക്കുന്ന ഒരു പേരൊക്കെ ആയിട്ട് വന്ന ആളാണ്. ഈന്ത് മുത്തമൃത ഗദായി. ഓക്കെ, ഈന്ത് അതായത് പഴയ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് കൊണ്ടുവന്നു. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന എന്താ പറയുക, പറങ്ങേണ്ടി ഇങ്ങനെ താഴെ കിടക്കുന്ന മുളയ്ക്കുന്നതും ഒക്കെ എടുത്തിട്ട് മാങ്ങേണ്ടിയുണ്ട്. പല പല സീഡ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു. എന്തായാലും നമുക്കൊന്ന് കാണാം ഒരു സ്മോൾ റീക്യാപ്പ്. ഞാനിവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു സ്പെഷ്യൽ പായസമായിട്ടാണ്. ഈന്ത് മുത്തമൃത് പായസം.
പായസത്തിന് ഗൗഡ സാരസ്വത ബ്രാഹ്മൺസിൽ പറയുന്നത് ഗദായി എന്നാണ്. അതുകൊണ്ട് എൻ്റെ പായസത്തിൻ്റെ പേരിനൊരു പഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പേരിട്ടിരിക്കുന്നത് ഈന്ത് മുത്തമൃത് ഗദായി. ആദ്യം തന്നെ നമുക്ക് പാത്രത്തിലേക്ക് നെയ്യ് ആഡ് ചെയ്യാം. നെയ്യിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ചെറുപയർ പരിപ്പ്, കടലപ്പരിപ്പ് എല്ലാം കൂടിയിട്ട് ചുവക്കെ വറുത്ത് സെപ്പറേറ്റ് വേവിച്ച് പൊടിച്ച് വെച്ചിട്ടുള്ള ഐറ്റം ആഡ് ചെയ്യാം. പ്രധാന ചേരുവകളായ ബ്ലാക്ക് റൈസ്, ജീരകശാല അരി, പിന്നെ കശുവണ്ടി പരിപ്പ്, ബദാം ഇതെല്ലാം കൂടി അരച്ചെടുത്ത കൂട്ടത്തിലേക്ക് ചേർക്കാം. ഇത് നന്നായി വരട്ടിയെടുത്ത ചക്കയാണ്. വഴറ്റി വെച്ചിരുന്ന കൂട്ടിലേക്ക് നമ്മൾ ശർക്കര പാനി അല്പാൽപമായിട്ട് ചേർത്ത് നല്ല രീതിയിൽ ഇതിനെ ഉടച്ചെടുക്കുകയാണ്. രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് മുത്തമൃതത്തിലേക്ക് നമുക്കിതിൽ ഒന്നാം പാൽ ഒഴിക്കും. ഒരു പ്രഥമ രീതിയിലുള്ളൊരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നതും. നല്ല ചൂടോടെ സെർവ് ചെയ്ത് തുടങ്ങും. ഓക്കെ, വെൽക്കം ബാക്ക്. യെസ്, അടുത്ത ആള്. ഓക്കെ, നിങ്ങൾ റെഡിയാണല്ലോ? കണ്ടിന്യൂ. ഓക്കെ, അടുത്തത് ഫർസാന സാലി. അദൃശ്യ ഔഷധ പായസം അല്ലേ? പാലക്കും മഷ്റൂമും ചേർന്ന് ചെയ്തതാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ അദൃശ്യ ഔഷധ പായസം. ഓക്കെ, സ്മോൾ റീക്യാപ്പ്. ഞാൻ ഉണ്ടാക്കുന്നത് അദൃശ്യ ഔഷധ പായസമാണ്. പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വന്നതിന് ശേഷം ഇത് പാത്രത്തോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് പ്യൂരി ഒഴിച്ചു കൊടുക്കാം. പാലക് പ്യൂരിയാണിത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. മഷ്റൂം വേവിച്ച മഷ്റൂമാണേ. ഇത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് അല്പം ഒന്ന് വഴന്ന് വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അത്യാവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിൽ പാലൊഴിച്ച് കൊടുക്കാം. പാല് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചവ്വരി ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള മധുരത്തിന് വേണ്ടി ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് കാഷ്യൂ പേസ്റ്റ് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. എണ്ണയിൽ മൂപ്പിച്ച് വെച്ച നട്ട്സാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം, ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നുള്ളു ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്നുകൂടെ കുറുകി വരട്ടെ. ഇനി ഇതിലേക്ക് ഇളനീരും ഫ്രഷ് ക്രീമും പേസ്റ്റ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇളനീർ പീസ് ഇട്ട് കൊടുക്കാം. പായസം റെഡി ആയിട്ടുണ്ട്. ഇത് വാങ്ങി വെക്കാം. അടുത്ത ആളെ വിളിച്ചു. ഫാത്തിമത്തുൽ സുലേഖ. അവിയൽ പായസം. ഓക്കെ, വളരെ വ്യത്യസ്തമായ അവിയൽ പായസം. ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. പക്ഷേ അത് വെറുതെ ഒരു അവിയൽ പായസം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതിനൊരു സ്വാദ് കൂടി ഉണ്ടാവണം. അപ്പോൾ അതുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവിയൽ പായസം കണ്ടിട്ടില്ലാത്തവരും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒരിക്കൽ കൂടി കാണാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഒരു സ്മോൾ റീക്യാപ്പ്. ഹായ്, എൻ്റെ പേര് സുലേഖ. ഞാൻ കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ പായസമാണ്. ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് അവിയൽ. അപ്പോൾ ആ അവിയൽ വെച്ച് നമുക്കൊരു പായസം ഉണ്ടാക്കാം. പച്ചക്കറികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. 2 ടീസ്പൂൺ നെയ്യൊഴിച്ച് ക്യാരറ്റ് ഒന്ന്
വറുത്ത് കോരിയെടുക്കാം. ഇനി നമുക്ക് കോവക്ക വഴറ്റിയെടുക്കാം. കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ച് ബീൻസിൻ്റെ സീഡ് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും വറുത്തെടുക്കാം. ഇതിലേക്ക് മുന്തിരിയും കൂടി ആഡ് ചെയ്യാം. തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. കുറച്ച് വെള്ളം ചേർക്കാം. ശർക്കര ആയിട്ടുണ്ട്, നമുക്കിത് അരിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. നേരത്തെ വേവിച്ച് അരച്ച് വെച്ച പച്ചക്കറി നമുക്കിതിലേക്ക് ചേർക്കാം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ച ശർക്കരപ്പാനി വയ്ക്കാം. ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ച ക്യാരറ്റ്, ബീൻസിൻ്റെ സീഡ്, കോവക്ക വഴറ്റി വെച്ചത് എന്നിവ ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ 2-ാം പാൽ ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി, ചുക്കുപൊടി, ജീരകപ്പൊടി, ഉപ്പ് എന്നിവ ചേർക്കാം. 1-ാം പാലിൽ മിക്സ് ചെയ്തിട്ട് ചേർക്കാം. നേരിട്ട് ചേർത്താൽ പായസത്തിൽ കട്ട പിടിക്കും. നന്നായി മിക്സ് ചെയ്യാം. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1-ാം പാൽ ഒഴിക്കാം. 1-ാം പാൽ ഒഴിച്ച് പാല് തിളപ്പിക്കാതെ ചൂടാക്കി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അവിയൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്ത് എന്നിവ ചേർത്ത് ഗാർണിഷ് ചെയ്യാം. പായസം റെഡി ആയിട്ടുണ്ട്, അവിയൽ പായസം. നമുക്കിത് ജഡ്ജസിന് സെർവ് ചെയ്യാം. വെൽക്കം ബാക്ക്. കുറഞ്ഞു വരികയാണ് ആൾക്കാരുടെ എണ്ണം. സരിത സുരേഷ്. ദേവാമൃതം അല്ലേ, ഒരു അമൃതം ആയിട്ട് വന്നതാണ് ദേവാമൃതം. എഗെയിൻ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ടേസ്റ്റുകൾ വീണ്ടും പറയുന്നതേ ഉള്ളൂ. എല്ലാവരുടെയും നല്ലത് തന്നെയാണ്, ഞാൻ വീണ്ടും പറയുവാണ്. ഒരിക്കലും ഒരു നെഗറ്റീവ് തോന്നരുത്. ഓക്കെ, അപ്പോൾ ദേവാമൃതം ഒന്നുകൂടി കണ്ടാലോ? ഒരു സ്മോൾ റീക്യാപ്പ്. നമസ്കാരം, എൻ്റെ പേര് സരിത സുരേഷ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് നിന്നാണ് വരുന്നത്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന പായസം എന്ന് പറയുന്നത് ജോവറും മഖാനയും ചേർത്തിട്ടുള്ള ഒരു പായസമാണ്. ഒരു ഹെൽത്തി പായസമാണ്. പാനി തിളയ്ക്കുമ്പം അതിലേക്ക് നമ്മൾ ജോവറിൻ്റെ അടയും കദളിപ്പഴം അരിഞ്ഞതും മഖാനയും ചേർക്കുക. അതിലേക്ക് നമ്മൾ കുതിർത്ത ചവ്വരി ചേർക്കുന്നു. അടയും മഖാനയും ഇട്ടതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. അടയും മഖാനയും ശർക്കരപ്പാനിൽ നന്നായിട്ട് വരണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്യുകയാണ്. ശർക്കരയിൽ എല്ലാ ചേരുവകളും നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങയുടെ 2-ാം പാൽ ചേർക്കുന്നു. രണ്ടാം പാൽ ചേർത്ത് പായസം കുറുകി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1-ാം പാൽ ആഡ് ചെയ്യുകയാണ്. പാകമായ പായസത്തിലേക്ക് വറുത്തിടാനുള്ള ചേരുവകളാണ് ഇനി എടുക്കുന്നത്. അതിനായിട്ട് പാൻ എടുക്കുന്നു. പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും എള്ളും തേങ്ങ അരിഞ്ഞതും വറുത്തെടുക്കാം. വാങ്ങി വെച്ച പായസത്തിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കണം. പായസത്തിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും എള്ളും തേങ്ങ അരിഞ്ഞതും ചേർക്കാം. ഇവിടെയാണെങ്കിൽ ഇത് അമൃതമാണ്, ദേവാമൃതം. ജോവറും മഖാനയും ചേർത്തിട്ടുള്ള രുചികരമായ ഓണപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, വെൽക്കം ബാക്ക്. അടുത്ത ആളെ വിളിക്കുന്നു. റിയാന ഹംസ. അടുത്ത പായസം വന്നു, എരിശ്ശേരി. അവിയൽ കഴിഞ്ഞു, എരിശ്ശേരി പായസം. എനിക്ക് അവിയലും എരിശ്ശേരിയാണല്ലോ ഞാൻ വിളിക്കുന്നത് എല്ലാവരും. അതെ കിട്ടിയിരിക്കുന്നല്ലേ. ഓക്കെ, എരിശ്ശേരി പായസം വാസ് അഗൈൻ നൈസ്, വെരി നൈസ്. ഓക്കെ, നമുക്കൊരു എരിശ്ശേരി കഴിച്ച് മധുരം ഉള്ള എരിശ്ശേരി കഴിച്ച ആ ഫീല് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിച്ചത് അത് കിട്ടി. ഈ കറികളുടെ ടേസ്റ്റിനെക്കാട്ടിലും പായസത്തിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിന് കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി നൈസ്. ആ ഒരു ഫ്ലേവർ വന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചു. എന്തായാലും എരിശ്ശേരി പായസം ഒന്നുകൂടി കണ്ടാലോ? ഓക്കെ, ഒരു സ്മോൾ റീക്യാപ്പ്. എൻ്റെ
എൻ്റെ പേര് റിയാന ഹംസ. കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിൽ നിന്ന് വരുന്നതാണ്. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന പായസം എരിശ്ശേരി പ്രഥമന്. ആദ്യം ഒരു പാന് വെച്ചിട്ട് അതിൽ നെയ്യ് ഒഴിച്ചിട്ട് വേവിച്ച് മിക്സിയിൽ അടിച്ച് വെച്ച മമ്പയർ ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ഇനി അടുത്തതായിട്ട് ഇതിൽ ഉടച്ച് വെച്ച മത്തങ്ങ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റണം. യോജിച്ചതിന് ശേഷം ശർക്കര പാനി ഇതിലേക്ക് ഒഴിക്കുക. തേങ്ങയുടെ 2 പാൽ ഒഴിക്കുക. കുറച്ച് ചുക്കുപൊടി, ഒരിത്തിരി ഏലക്കായപ്പൊടിയും. തീ ഓഫ് ചെയ്യാൻ ശേഷം 1 പാൽ ഒഴിക്കുക. നെയ്യ് ഒഴിക്കുക. അണ്ടിപ്പരിപ്പ് ഇടുക. ആ നെയ്യ് തന്നെ ഇനി ചിരവിയ തേങ്ങ ഇടാൻ. ഇത് എരിശ്ശേരി പ്രഥമനാണല്ലോ, അതുകൊണ്ട് തേങ്ങ വറുത്തിട്ടാണ് ഇടാൻ. വറുത്ത് വെച്ച തേങ്ങ ഇതിൽ കുറച്ച് ചേർക്കുക. സ്വാദിഷ്ടമായ എരിശ്ശേരി പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെൽക്കം ബാക്ക്. അടുത്ത ആളെ വിളിക്കട്ടെ. ജീന ഷിബിൻ. പായസം സ്പോട്ട്ലൈറ്റിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ മറക്കല്ലേ. നല്ല ടേസ്റ്റി പായസമായിരുന്നു. ഇറ്റ് വാസ് വെരി നൈസ്. നൊങ്ക് പായസം. ഓക്കെ, അപ്പം നൊങ്ക് പായസം ഒന്നുകൂടി കാണാം. സ്മോൾ റീക്യാപ്പ്. ഹായ്, നമസ്കാരം. എൻ്റെ പേര് ജീന. ഞാൻ ട്രിവാൻഡ്രം കഴക്കൂട്ടത്തു നിന്നാണ് വരുന്നത്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന പായസം നൊങ്ക് പായസമാണ്. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഇതിലോട്ട് ചൗവരി വേവിക്കാനുള്ള വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് ഉള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ചൗവരി ആഡ് ചെയ്യാം. നമുക്കിനി ഈ ചൗവരി നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തായി നമുക്ക് പാന് വയ്ക്കാം. ശേഷം നമുക്ക് നമ്മുടെ കിസ്മിസും ഉണക്കമുന്തിരി നമുക്ക് വറുത്ത് പോകാം. ശേഷം നമുക്കിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. പാൽ നല്ലപോലെ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്യാം. നമ്മുടെ പാല് നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൗവരി ആഡ് ചെയ്യാം. കോൺഫിഡൻറ്റ് കുഴപ്പമില്ല, ഫസ്റ്റ് ടൈമുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. സോ വാട്ട് എവർ വിൻ ചെയ്യോ തോറ്റാലും പ്രശ്നമില്ല. ബട്ട് പാർട്ടിസിപ്പേഷൻ ഇസ് അതാണ് ഇവരുടെയൊക്കെ ഒരു ഗുഡ് പോയിന്റ്. നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന കിസ്മിസും പിന്നെ ഉണക്കമുന്തിരി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. നമുക്കിനി അതിലേക്ക് നമ്മുടെ നൊങ്ക് അരച്ചത് ആഡ് ചെയ്യാം. നമുക്കിനി നമ്മൾ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് നമ്മുടെ നൊങ്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഇത് ചെറിയൊരു ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്യാം. കാഷ്നട്ട് ഗാർണിഷ് ചെയ്യാം. നമ്മുടെ നൊങ്ക് പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാനിത് ഓൾറെഡി ഇത് സെർവ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ജഡ്ജസിൻ്റെ സെർവിങ് ടേബിളിലേക്ക് മാറ്റാം. എന്തായാലും എളുപ്പമാണ് ഉണ്ടാക്കാൻ, വലിയ കോംപ്ലിക്കേഷനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞു എന്ന് മനസ്സിലായി ഒരിക്കൽ കൂടി. അപ്പോൾ വെൽക്കം ബാക്ക്. അടുത്ത ആളെ വിളിക്കുന്നു. നസീബ. ത്രിവർണ്ണ പായസം ട്രൈക്കളർ. ഓക്കെ, അത് വളരെ നല്ലതായിരുന്നു. നന്നായിട്ട് വന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാ ഫ്ലേവറും നന്നായിരുന്നു. റോസ്, യെസ്, റോസ്, മാംഗോ ആൻഡ് കാർഡമം അല്ലേ? എനിക്ക് മാംഗോ ഇഷ്ടം. അത് മനസ്സിൽ നിന്ന് പോയിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത് ഇങ്ങനെ നോക്കാണ്ട് തന്നെ പറയാൻ പറ്റുന്നത്. അതിങ്ങനെ പതിഞ്ഞു. ഓക്കെ, കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഒരു പായസമാണ്. പക്ഷേ അതിൽ 3 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് ത്രിവർണ്ണ കുഷ്മാണ്ഡ പായസം എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ട്രിപ്പിൾ അരോമാറ്റിക്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വാഷ് ചെയ്ത് വെച്ച കുമ്പളങ്ങ സോട്ട് ചെയ്യാം. കുമ്പളങ്ങ വഴന്ന് വരുമ്പോൾ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചോളൂ. ബീട്രൂട്ടിൻ്റെ കളർ എടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്.
കുമ്പളങ്ങ ഓൾമോസ്റ്റ് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. കുമ്പളങ്ങ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഫ്ലേവറും റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിലാദ്യം ഞാൻ റോസ് ഫ്ലേവറാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ബദാം അരച്ചത്, ബദാം വെള്ളത്തിൽ കുതിർത്തിട്ട് നമ്മൾ നല്ല പേസ്റ്റാക്കി അരച്ചതാണിത്. അപ്പോൾ അതാദ്യം ഒപ്പം പാലും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാലും ആ ബദാം പേസ്റ്റും ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച കുമ്പളങ്ങ 3 പോർഷനാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു പോർഷൻ ചേർത്ത് കൊടുക്കാം. കുമ്പളങ്ങ ചേർത്തു. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വറ്റി വരട്ടെ. കൂടെ നമുക്ക് കുറച്ച് പഞ്ചസാരയും ചേർക്കാം. ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് ബീട്രൂട്ട് ജ്യൂസ് ചേർക്കാൻ പോവാണ്. അതാണ് കളറ് കൊടുക്കുന്നത് പായസത്തിന്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പായസത്തിന് നല്ല റോസ് കളർ വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് വറ്റട്ടെ. അപ്പോൾ ഇത് നന്നായി വറ്റി ചേർന്ന് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ പാല് ചേർക്കാം. ഇനി ഫൈനൽ സ്റ്റെപ്പായിട്ട് നമുക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈഡ് റോസ് പെറ്റൽസിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതാണ് ഇതിന് ഫ്ലേവർ കൊടുക്കുന്നത്, അതിന് ടേസ്റ്റ്. ഇത് നമുക്കൊരു ഭാഗത്ത് മാറ്റി വയ്ക്കാം. റോസ് ഫ്ലേവറും ആഡ് ചെയ്തു. ലാസ്റ്റ് ഒരു 1/2 ടീസ്പൂണും കൂടി നെയ്യ് ചേർത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഫ്ലേവർ റെഡി. രണ്ടാമത്തെ ഫ്ലേവർ റെഡിയാക്കാം. അത് ഏലക്ക ഫ്ലേവറാണ്. പക്ഷേ കൺസിസ്റ്റൻസിക്ക് വേണ്ടി ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് പംകിൻ സീഡാണ്. പംകിൻ സീഡ് ഇതുപോലെ സോക്ക് ചെയ്തിട്ട് നല്ല ക്രീമി പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കാം. ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് പാല് ചേർക്കാം. പിന്നെ നമുക്ക് നമ്മുടെ സെക്കൻഡ് പോർഷൻ കുമ്പളങ്ങ ചേർക്കാം. ഇനി പഞ്ചസാര ചേർക്കാം. ഞാൻ കുരുമുള്ളുപ്പ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ പാല് ചേർത്ത് മധുരമെല്ലാം കറക്റ്റാക്കി നമ്മുടെ ഏലക്ക പൊടിയും അതുപോലെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് നമുക്ക് ഇതും മാറ്റി വെക്കാം. അവസാനം ഒരു കുറച്ച് നെയ്യ് കൂടെ ചേർക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ ഫ്ലേവർ റെഡിയാക്കാം. മധുരമുള്ള മാങ്ങ നമുക്ക് പ്യൂരാക്കിയിട്ട് അത് വരട്ടിയെടുക്കാം. കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സൺഫ്ലവർ സീഡ് സോക്ക് ചെയ്ത് ക്രീമാക്കിയതാണ്, അത് പേസ്റ്റ് ചെയ്തതാണ്. ലാസ്റ്റ് പോർഷൻ ഓഫ് കുമ്പളങ്ങ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പാല് ചേർക്കാം. ആവശ്യത്തിന് മധുരം ചേർക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാമ്പഴം ചേർത്ത ഫൈനൽ സെക്ഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്യാം. ഇനി 2 കണ്ടസ്റ്റൻസും കൂടി സെമി ഫൈനലിലേക്ക് കയറാനുണ്ട്. 10 പേരായി കഴിഞ്ഞു. 11 and 12 2 പേർക്കും കൂടി ഓപ്പർച്യൂണിറ്റി. ഓക്കെ, മറ്റൊരു സദ്യ ഐറ്റമാണ് ഐഷ ഷാഫി കൂട്ടുകറി പായസം. എക്സലന്റ്. പറയാതിരിക്കാൻ വയ്യ. ആ റെഡ് ചില്ലി മേളിൽ വെച്ച കറിവേപ്പിലയൊക്കെ ഒരു കൂട്ടുകറി കഴിച്ചൊരു ഫിനിഷിംഗ് ഉണ്ടായിരുന്നു. സന്തോഷം. അപ്പോൾ ആ കൂട്ടുകറി പായസം ഒന്നുകൂടി ഒന്ന് കണ്ടാലോ? ഓക്കെ, സ്മോൾ റീക്യാപ്പ്. എൻ്റെ പേര് ഐഷ ഷഫി. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കൂട്ടുകറി പായസമാണ്. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക. അതിലേക്ക് കടലപ്പരിപ്പ് കഴുകിയത് ഇടുക. അതിൽ കുറച്ച് ഉപ്പ് ഇടുക. അടച്ച് വെച്ച് 3 വിസിലിന് വേവിക്കുക. കൂട്ടുകറി പായസത്തിനായി അടുത്തതായി ഞാൻ ചേർക്കുന്നത് മത്തങ്ങയാണ്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് 1 വിസിലിൽ വേവിക്കുക. കടലപ്പരിപ്പ് വേവിച്ചുടച്ച് ചെറിയ ബോൾസ് ആക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് ചേന വേവിക്കുക. അതിൻ്റെ കൂടെ പച്ചക്കായ ഇടുക. 5 വിസിലിന് വേവിക്കുക.
കൂട്ടുകറി പായസത്തിന് വേണ്ടി മത്തങ്ങ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കും. ചേനയും ഏത്തക്കായും വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. ചേനയും ഏത്തക്കായും നല്ലവണ്ണം സ്മാഷ് ചെയ്യും. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യമുള്ള നെയ്യ് ഒഴിക്കുക. അതിനുശേഷം ചുടുവെള്ളത്തിൽ കുതിർത്തി വെച്ച ഈത്തപ്പഴം ഒന്ന് ഫ്രൈ ചെയ്യുക. ഈത്തപ്പഴം നല്ലവണ്ണം ഫ്രൈ ചെയ്ത ശേഷം മത്തങ്ങ സ്മാഷ് ചെയ്തത് ഇതിലേക്ക് ചേർക്കുക. ഈത്തപ്പഴവും മത്തങ്ങയും നല്ലവണ്ണം യോജിപ്പിക്കണം. അതിലേക്ക് വേവിച്ച് വെച്ച ചേനയും ഏത്തക്കായും മിക്സ് ചെയ്യുക. ശർക്കരപ്പാനി ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. അതിലേക്ക് ശർക്കര പൊടിച്ചതിടുക. ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. അതൊരു അരിപ്പയിലേക്ക് മാറ്റുക. ഫ്രൈ ചെയ്ത് വെച്ച ഈത്തപ്പഴം, മത്തങ്ങ, ചേന, പച്ചേത്തക്കായ അതിലേക്ക് ശർക്കര ഒഴിക്കുക. ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിക്കുക. ഇതിലേക്ക് കുറച്ച് ചുക്ക് പൊടി ഇടുന്നുണ്ട്, കുറച്ച് ജീരകപ്പൊടി, അതിലേക്ക് കടലപ്പരിപ്പ് ഇടുന്നുണ്ട്, കുറച്ച് ശർക്കര ഇടുന്നുണ്ട്. അത് പായസത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. വീണ്ടും നെയ്യ് ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് കാരമലൈസ് ചെയ്ത ഉണക്കമുളക് ഇടുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ശർക്കരപ്പൊടി ഇടുന്നുണ്ട്. കാരമലൈസ് ചെയ്ത വറ്റൽമുളക് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നെയ്യ് ഒഴിക്ക്. അതിലേക്ക് കാരമലൈസ് ചെയ്ത കറിവേപ്പില ഇടുന്നുണ്ട്. ശർക്കരപ്പൊടി ഇടുന്നുണ്ട്. നെയ്യ് ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് കടലപ്പരിപ്പ് ഉരുളകളാക്കി വെച്ചത്, വേവിച്ച് ഉരുളകളാക്കി വെച്ചത്, കാരമലൈസ് ചെയ്ത തേങ്ങ വറുത്തത് എല്ലാം റെഡിയായി സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. എൻ്റെ കൂട്ടുകറി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. So welcome back. ഒരാളെ കൊണ്ട് വിളിക്കുന്നു ലാസ്റ്റ്. Yeah, that's the last. വിളിച്ചോട്ടെ Yeah. വിളിച്ചോട്ടെ ഓക്കെ അല്ലേ? ഓക്കെ. സഫീറ റിയാസ്. അതൊരു ഔഷധ പായസമായിരുന്നു അല്ലേ? പേര് കുറച്ച് കടുപ്പാണ്. പഞ്ചകടായി ഔഷധ പായസം. ഓക്കെ, അങ്ങനെ സഫീറ റിയാസും സെമി ഫൈനലിസ്റ്റിന്റെ ലിസ്റ്റിലേക്ക് കയറി കഴിഞ്ഞു. ഒരിക്കൽ കൂടി കണ്ടാലോ ഔഷധ പായസം? ഓക്കെ, സ്മോൾ റീക്യാപ്പ്. ഹായ്, ഞാൻ സഫീറ റിയാസ്, തലശ്ശേരിയിൽ നിന്ന് വരുന്നതാണ്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന പായസത്തിൻ്റെ പേരാണ് പഞ്ചഗദായി ഔഷധ പായസം. ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് തെനയാണ്. അപ്പോൾ ഇതൊരു ബൗളിൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ച് മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു ദാലൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഇതിനായിട്ട് കുറച്ച് ശർക്കര പാനിയാക്കി വെക്കാനുണ്ട്. അപ്പോൾ ഈ പഞ്ചഗദായി ഔഷധ പായസം എന്ന പേര് വരാൻ തന്നെ കാരണം 5 തരം ഔഷധ ഗുണങ്ങളും കൂടി അടങ്ങിയതാണ്. അപ്പോൾ അതിലേക്ക് തിന, കറ്റർവായ, നെല്ലിക്ക, ചുക്കുപൊടി, കരിഞ്ജീരകമൊക്കെ വളരെ ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽത്തിന് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ശർക്കര പാനിയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് അരിച്ച് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് പായസം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വേവിച്ച് വെച്ച മൂങ് ദാലും തേനയും ചേർത്തിട്ട് പിന്നെ നമുക്ക് ശർക്കര പാനീയത്തിൽ ഇതൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ പായസം ഇതാ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇതിലേക്ക് ഇതാ ഞാൻ 2ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് 2ാം പാൽ ഇങ്ങനെ ഒരു പാത്രത്തിലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി, അപ്പോൾ ഇത് ചുക്കുപൊടി, പിഞ്ച് ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പായസത്തിന് ഇങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് കട്ട കൂടാതെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ സോക്ക് ചെയ്ത് വെച്ച അലോവേര ചേർക്കുന്നുണ്ട്. ഇത് നെല്ലിക്കയാണ്.
അതുപോലെ തന്നെ നെല്ലിക്ക ഇതേപോലെ തന്നെ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. 1-ാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുക്കാത്ത മുന്തിരി, അണ്ടിപ്പരിപ്പ്, കരിഞ്ജീരകം. 1-ാം പാല് ചേർത്തതിന് ശേഷം പിന്നെ കൂടുതൽ തിളക്കാൻ വേണ്ടി വെക്കാൻ പാടില്ല. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കറുപ്പ് മുന്തിരി, അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ പഞ്ചഗദായി ഔഷധ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിംഗ് ബോളിലേക്ക് മാറ്റി വെക്കാം. വെൽക്കം ബാക്ക്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 12 പേര് നിങ്ങളെല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെയൊക്കെ സപ്പോർട്ടും എല്ലാം കൊണ്ടുകൂടിയാണ് നിങ്ങളും മുന്നോട്ട് വരുന്നത്. എല്ലാവർക്കും ഒരു സൗഹൃദം അല്ലേ? ഹാപ്പിയാണോ എല്ലാവരും? എല്ലാവരും ആത്മാർത്ഥമായിട്ട് പറഞ്ഞോളൂ. ഹാപ്പിയാണ്. ഓക്കെ. If you want to say something. ഇതുവരെ റിസൾട്ട് അറിയുന്നതിൻ്റെ ഒരു ടെൻഷനായിരുന്നു. റിലാക്സ് ആയി. ഇല്ല, സെമി ഫൈനലൊന്നും ഇപ്പൊ ഡബിൾ ടെൻഷനായി. ഇത് കഴിഞ്ഞിട്ട് സമാധാനം ഇരിക്കാന്ന് വിചാരിച്ചാണ്. അല്ല, അങ്ങനെയല്ല. അത് ആഗ്രഹിക്കുമല്ലോ നമ്മൾ, ഇനി അടുത്ത ലെവലിലോട്ട് ആഗ്രഹിക്കും. പക്ഷെ അടുത്ത ലെവലിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ കൂടുതൽ ടെൻഷൻ. ഇനിയിപ്പോ നിങ്ങളുടെ മനസ്സിൽ ഫൈനാൻസിലേക്ക് കയറണം, അതിന് എന്ത് ചെയ്യാൻ പറ്റും? നോക്കിക്കഴിഞ്ഞാൽ ഹൈ ആയിരിക്കും. ശരിക്കുള്ള ടെൻഷൻ പഞ്ചകണ്ഠാരിയുടെ മുഖത്തിലാണ് കണ്ടത്. അമ്മോ അമ്മാതിരിയായിരുന്നു. കാരണം ഇങ്ങനെ സത്യമാണ്. കാരണം 11 പേരായിട്ടും ലാസ്റ്റ് ആണല്ലോ 12ാമത്തെന്ന് പറയുന്നത്. പക്ഷെ അതിലുണ്ടാവും ടെൻഷനില്ല. കാരണം ഇതുവരെ എത്തിയതിൽ തന്നെ ഇവിടെ വന്നതും അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എന്നാലും ചെറുതായിട്ട് എവിടെയോ ഒരു കോൺഫിഡൻസ് ഉണ്ടേനു. അതെ, ഇതേ സ്പിരിറ്റ് തന്നെ അടുത്ത റൗണ്ട്സിലും അതാണ്. ഇപ്പൊ 12 പേര്. അപ്പൊ ഇപ്പൊ 12 പേര് വന്നപ്പോ ഒരു 10 പേർക്ക് 9 പേർക്ക് വിഷമമായിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എല്ലാവരും പുലികളല്ല പുപ്പുലികളാണ്. അതെ, എക്സാക്ട്ലി. അപ്പൊ ഇതാ പറഞ്ഞ, ഇനി അടുത്ത് കുറച്ചുകൂടി ഒരു എന്താ പറയാ സ്ക്രീനിങ് അല്ലേ. ഇപ്പൊ 12 കഴിഞ്ഞാൽ പിന്നെ നേരെ 5ലേക്ക് പോകണം. സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ വീണ്ടും കുറച്ച് പേർക്ക് വിഷമം ഉണ്ടാകും. അടുത്ത റൗണ്ടിലേക്ക് കയറാൻ പറ്റില്ല. ഫൈനലി 5 പേര് കഴിഞ്ഞാലും പിന്നെ വരുന്നില്ലേ, 1, 2, 3 ആവുള്ളൂ. 1, 2, 3, 4, 5. അതെ. സോ ഇറ്റ് ഈസ് എ കോമ്പറ്റീഷൻ. എനിക്കിതൊക്കെ ശീലമായല്ലോ. പറഞ്ഞും കേട്ടും കൊടുത്തും ഒക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേ. അല്ല, ഇതുവരെ നിങ്ങൾ എല്ലാവരും ഒരു ഫൺ മൂഡിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ കുക്കിങ്ങിന് തന്നെ അത് കാണാൻ പറ്റും, റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ത് നമ്മൾ മനസ്സുകൊണ്ട് കുക്ക് ചെയ്യുന്നത് അത് നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. നല്ല എന്താ പറയാ, എല്ലാവരും സന്തോഷം തന്നെയായിരുന്നു. അല്ല, 1-2 പേര് ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. മറ്റേ ഓപ്പോസിറ്റ് ആളെ നമ്മുടെ പാലക്ക് പായസം ആൻഡ് കാസർഗോഡ് നിന്ന് വന്ന ആള് ബാക്കി കണ്ടസ്റ്റൻസിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കണ്ടു. പരസ്പരം ആൾക്കാർ അവിടെ നിന്ന് പോയിട്ടേ ഇല്ല. കാസർഗോഡുകാർ ഇവിടെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണമെങ്കിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ആ റൗണ്ട് കഴിഞ്ഞിട്ടില്ല, ഞാൻ സഹായിക്കാതിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. ആൻഡ് ഷീ വാസ് ഹെൽപ്പിംഗ് ബാക്കി കണ്ടസ്റ്റൻസിന്. അങ്ങനെ ഇങ്ങനെ എല്ലാവരും അങ്ങനെ നമുക്കൊരു ഫീലിംഗ് ആണ്. ഓക്കെ, അത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എന്തായാലും ആ ഒരു ഹസ്ബൻഡ് ഇങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ആദ്യം ഉണ്ടാക്കിയപ്പോൾ തന്നെ തോന്നി ഇത് ശരിയാവുമോ അങ്ങനെ തോന്നി. അപ്പോൾ എനിക്ക് ഞാൻ ഓക്കെ ആയി. അപ്പം മാമിൻ്റെ കൂടെ കേട്ടപ്പോൾ ഡബിൾ ഓക്കെ ആയി. ഞാൻ സന്തോഷം. എന്തായാലും എനിക്ക് പ്രത്യേകിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളത് നമ്മളെ കുഞ്ഞനുചിത്തിമാരാണ്. അവർക്ക് ഞങ്ങൾക്ക് ഈ പ്രായത്തിൽ കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവർക്ക് കിട്ടിയത്. അവരതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവരവരുടെ കഴിവ് അറ്റ്ലീസ്റ്റ് അതിൽ പ്രസന്റ് ചെയ്തത്. അവർക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അതെ, ഇവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള കുറേ പേരാണ് ഇവിടെ ഉള്ളത്. അവരെ കൂടെ മത്സരിക്കുക എന്നുള്ളത് തന്നെ ഒരു അച്ചീവ്മെന്റ് ആണ്. അപ്പോൾ അതിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു ഓൾറെഡി. കാരണം നിങ്ങളുടെ കൂടെ തന്നെ പഠിക്കുന്നവരും അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരുപാട് പേര് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് നിങ്ങളിവിടെ വന്ന് ചെയ്തിരിക്കുന്നത്. അതും ഈ പ്രായത്തിൽ നിന്ന് നിങ്ങൾ 20 വയസ്സിന് താഴെയുള്ള പിള്ളേരാണ്. അപ്പോൾ ഇറ്റ്സ് വണ്ടർഫുൾ. അത് ഉള്ളിന്റെ ഉള്ളെന്ന് പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ചെയ്ത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രായത്തിൽ ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഒരുപാട് നാളായിട്ട് കോമ്പറ്റീഷന് പോകുന്ന ആളാണ്. ഫസ്റ്റ് കോമ്പറ്റീഷൻ ചെയ്യുന്നത് ഒരു 29 ഇയേഴ്സിലങ്ങാടാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ
എല്ലാം എത്ര ദൂരം പോവാൻ കിടക്കുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാവുമേ, ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും. അതെ, നമ്മൾ അപ്പോഴും ഇങ്ങനെ സൈഡിൽ കൂടി പിടിച്ചു നിൽക്കണം. അതെ, പുരുഷന്മാരുടെ പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാവും എന്ന് പറയുക വിജയത്തിന് പിന്നിൽ. പക്ഷേ എൻ്റെ വിജയത്തിന് പിന്നിൽ ഒരു പുരുഷനാണ്. അതെ, പുരുഷനാണ്. യെസ്, വെരി ഗുഡ്. ഓ, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഭാര്യനെ മാത്രമല്ല ബാക്കിയുള്ളവർക്കും ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തേങ്ങ ചിരകാനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പലരും ചെയ്യാത്തൊരു കാര്യമാണല്ലോ. മാറി നിൽക്കുമ്പോൾ സാർ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാം. അതെ അതെ അതെ, അത് ഞങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പേടിയായിട്ട് വരാൻ തന്നെ, പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇത് ഇവിടെ ഒറ്റ ഒരാണാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഇത് എനിക്ക് കൊള്ളിച്ച് പറഞ്ഞിരിക്കുന്നതാണോ എന്നൊരു സംശയമുണ്ട്. എനിക്ക് വീട്ടിൽ പോകാനുള്ളതാണ്, ഓർത്ത് വെക്കണേ. അയ്യോ, ശരിയാണ്. വീട്ടിൽ വന്നിട്ട് ഇതുപോലെയൊക്കെ സപ്പോർട്ടീവായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി നിൽക്കേണ്ടി വരും. എല്ലാ കാര്യങ്ങളും അല്ല, അതൊക്കെ ഭയങ്കര ഒരു ഭാഗ്യമാണെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. അങ്ങനെ സപ്പോർട്ടീവായിട്ടുള്ള ഹസ്ബൻഡ് ഇത്രയും ഈ 2 ദിവസങ്ങളിലും കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ കൂടെ നിൽക്കുന്നു. ബാക്കി ആൾക്കാരെ കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് വി റിയലി അപ്രീഷിയേറ്റ്. അത് അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ ഇവിടെ കണ്ടു. പല കാര്യങ്ങളും കുറച്ച് ആൾക്കാരുടെ പേരൻസാണ് വന്നത്, കുറച്ച് പേരുടെ ഹസ്ബൻഡ് വന്നു, ചിലർ ഗ്രൂപ്പായിട്ട് വന്നു, ഫ്രണ്ട്സായിട്ട് വന്നു. ബട്ട് എനിവേ, നിങ്ങളെടുത്ത എഫേർട്ട് വളരെ വലുതാണ്, ചെറിയ കാര്യമല്ല. ഇത്രയും ദൂരെ നിന്നൊക്കെ സഞ്ചരിച്ചു വന്നു. അപ്പോൾ എന്തായാലും സന്തോഷം. അപ്പോൾ ഇനിയും ഇതുപോലെയൊക്കെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇവിടെ പറ്റാത്ത കാര്യങ്ങൾ ഇനി വേറെ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമ്മാനങ്ങൾ കിട്ടട്ടെ. ഞങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് നന്ദി പറയുന്നു. സ്നേഹം മാത്രം അത്രേ പറയാനുള്ളൂ ഫൈനലി. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ പാർട്ടിസിപ്പേറ്റ്. അപ്പോൾ സന്തോഷം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമാകുന്നു. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു എന്താ പറയുക, റിസൾട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ഇവർ ഹാപ്പിയാണ്, കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഈസ് നമ്മൾ സെമി ഫൈനലിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ഈ ആൾക്കാരുമായിട്ട് സെമി ഫൈനൽ അംഗം തുടരുന്നു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. മറക്കാതെ കാണുക. ഇത് എല്ലാ ദിവസവും വൈകുന്നേരം 7 to 8 ആണ്. അതായത് അത്തം മുതൽ തുടങ്ങിയ ഒരു കോമ്പറ്റീഷനാണ്. തിരുവോണം വരെ ഉണ്ടാകും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അതുവരെ. ക്യാഷ് പ്രൈസ് സ്പോൺസർഡ് ബൈ പിട്ടാപ്പള്ളിൽ ഏജൻസീസ്. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കസബുകട, MG റോഡ്, ഓപ്പോസിറ്റ് SMB സ്കൂൾ, ട്രിവാൻഡ്രം. Dr. Lakshmi Nayer's Ornaments Courtesy, Jewel Hut, GH Road, Statue, Trivandrum. Dr. Lakshmi Nayer's Costume Courtesy, Kasabagada, MG Road, opposite SMB School, Trivandrum.